ഐസിയുവിന് മുന്നിലെത്തി. ഡോർ തുറന്നകത്ത് കയറി. അവിടെ ബെഡിൽ കിടക്കുന്ന ആളെ കണ്ട് അവൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വിച്ചേട്ടാ, അറിയാതെ അവൾ വിളിച്ചുപോയി. ഓടി ബെഡിനരികിലേക്ക് ചെന്നു. അയ്യോ വിച്ചേട്ടാ, ഇതെന്തു പറ്റി? ആനിൻ്റെ ശബ്ദം കേട്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മറ്റൊരു നേഴ്സ് അവിടേക്ക് വന്നു. തനിക്കറിയോ ഇയാളെ? കുറച്ച് ദിവസമായി. ആക്സിഡൻ്റ് ആയിരുന്നു. അർജുൻ സാറിൻ്റെ റിലേറ്റീവോ മറ്റോ ആണ്. ഇന്നലെ ഞങ്ങളെയൊക്കെ ഒന്ന് പേടിപ്പിച്ചതാണ്. ബട്ട് ഇപ്പോൾ ഓക്കെയാണ്, അവർ പറഞ്ഞു. ആൻ അവരെ നിറകണ്ണുകളോടെ ഒന്ന് നോക്കുക മാത്രമാണ് ചെയ്തത്. അവർക്കറിയില്ലല്ലോ അവളുടെ പ്രാണൻ്റെ പാതിയാണ് ഈ കട്ടിലിൽ ഒന്ന് അനങ്ങാൻ പോലും പറ്റാതെ കിടക്കുന്നതെന്ന്. ബെഡിൽ അവൾ അവനോട് ചേർന്നിരുന്നു. ക്യാൻഡിൽ ഇട്ടിരുന്ന കൈ പതിയെ എടുത്ത് തൻ്റെ കൈകളിലാക്കി ചുണ്ടോട് ചേർത്തു. ഇത് കാണാനാണോ ദൈവമേ നീ എന്നെ ഇങ്ങോട്ട് എത്തിച്ചത്? എന്താ വിച്ചേട്ടാ ഇത്? എന്തു പറ്റിയതാ? അവളുടെ വാക്കുകൾ ഇടറി. എനിക്ക് ഈ കിടപ്പ് കാണാൻ വയ്യ വിച്ചേട്ടാ. സുഖമായി സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് കരുതിയല്ലേ ഞാൻ. 2 വർഷം ഒന്ന് കാണാൻ പോലും ആകാതെ ഉരുകി തീരുകയായിരുന്നു. എന്നിട്ടിപ്പോൾ എന്നെ ഒന്ന് നോക്കൂ വിച്ചേട്ടാ. ഞാൻ അന്നമ്മയാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അവൾ ഒരുപാട് ശ്രമിച്ചെങ്കിലും അവനിൽ പ്രകടമായ മാറ്റം ഒന്നും കണ്ടില്ല. ഒരു നിമിഷം പോലും അവനിൽ നിന്ന് മാറാതെ കാവലിരിക്കുന്ന ആൻ അജുവിന് അത്ഭുതമായിരുന്നു. ഇവൾ തന്നെയാണോ 2 വർഷം മുന്നേ വിഷ്ണുവിനെ വേണ്ട എന്ന് വെച്ച് ഇറങ്ങിപ്പോയത്? അവൻ ഓർത്തു. അവൻ്റെ ഓർമ്മകൾ 2 വർഷം പിന്നോട്ട് പോയി. അന്ന് ആൻ പോയ ദിവസം അവൾ അവസാനമായി വിളിച്ചത് രഘുവങ്കിളിനെയാണ്. ആ സമയം രഘുവങ്കിളിന് ആക്സിഡൻ്റായി ഹോസ്പിറ്റലിലും ആയിരുന്നു. ഫോൺ അജുവിൻ്റെ കയ്യിലായിരുന്നത് അജുവാണ് ആനിൻ്റെ കോൾ അറ്റൻഡ് ചെയ്തത്. എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞു തുടങ്ങും മുന്നേ അവൾ തനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു തീർത്ത് ഫോൺ വച്ചിരുന്നു. അന്ന് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു അവസരം തന്നിരുന്നെങ്കിൽ, വിഷ്ണുവിനോട് നടന്നതിനെപ്പറ്റി എന്തെങ്കിലും സംസാരിച്ചിരുന്നെങ്കിൽ, ഒരു പക്ഷേ അവരുടെ ജീവിതം ഇന്ന് 2 വഴിയിലാകുമായിരുന്നില്ല. അജു ഓർത്തു. വിഷ്ണുവിനെ പറ്റി ആൻ അജുവിനോട് ചോദിച്ചെങ്കിലും അവൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. പേഷ്യൻറ്റിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും ചോദിച്ചറിയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആൻ ഇനി ഇത് ആവർത്തിക്കരുത്. ദിസ് ഈസ് മൈ ലാസ്റ്റ് വാർണിംഗ്. അതായിരുന്നു അജുവിൻ്റെ മറുപടി. പിന്നെ അവൾ കൂടുതലൊന്നും ചോദിക്കാനും പോയില്ല. ദിവസങ്ങൾ കടന്നുപോയി. ആൻ കണ്ടിന്യൂസ്ലി ഡ്യൂട്ടിയിലാണ്. അജു ശ്രദ്ധിക്കാറുണ്ടെങ്കിലും ആദ്യമൊന്നും പറഞ്ഞില്ല. ആരംഭത്തിൽ ജോലിയോടുള്ള ആത്മാർത്ഥതയാണെന്നാണ് എല്ലാവരുടെയും വിചാരം. അതല്ല, ആ കിടക്കയിൽ കിടക്കുന്നവനോടുള്ള പ്രണയമാണെന്ന് അജുവിന് മാത്രമല്ലേ അറിയൂ. 2 ദിവസം നിർബന്ധിച്ച് അജു ലീവ് എടുപ്പിച്ചു. ആഗ്രഹം ഉണ്ടായിട്ടല്ല. ഫ്ലാറ്റിലെത്തിയെങ്കിലും മനസ്സിപ്പോഴും വിഷ്ണുവിൽ തന്നെ ഉടക്കി കിടക്കുകയാണ്. 2 ദിവസം എങ്ങനെയോ തള്ളി നീക്കി. ലീവ് കഴിഞ്ഞ് രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ വല്ലാത്തൊരു ഉത്സാഹമായിരുന്നു. നേരെ ഐസിയുയിലേക്ക് ചെന്നു. ബെഡിൽ ആളെ കണ്ടില്ല. മനസ്സൊന്ന് പിടഞ്ഞു. കണ്ണ് കലങ്ങി. മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ നിറയുകയാണ്. കാലുകൾ യാന്ത്രികമായ അജുവിനടുത്തേക്ക് ചലിച്ചു. അജു റൗണ്ട്സിന് പോകാൻ ഇറങ്ങുകയായിരുന്നു. സർ, ഐസിയുയിലെ പേഷ്യൻ്റ്. ആളെ കാണുന്നില്ല. അജുവിനെ കണ്ടതും അവൾ നിന്ന് വിക്കി. അജു മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ, സർ, ഞാൻ വിഷ്ണുവിനെ പറ്റിയാണ് ചോദിച്ചത്. അവനിൽ നിന്ന് അപ്പോഴും മറുപടിയൊന്നും ഉണ്ടായില്ല. അജുവേട്ടാ, എൻ്റെ വിച്ചേട്ടൻ എവിടെ? തൻ്റെ കോട്ടിൽ പിടിച്ചു മുറുക്കിക്കൊണ്ട് ചോദിക്കുന്നവളെ അജു ഒന്ന് നോക്കി. കലങ്ങിയ കണ്ണും വിറയ്ക്കുന്ന ശരീരവുമായി തൻ്റെ മുന്നിൽ നിൽക്കുന്നവളുടെ ഭാവം അജുവിന് തീർത്തും അന്യമായിരുന്നു. ഒരു നിമിഷം കൊണ്ട് സമനില തെറ്റിയ പോലെ. വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. റൂം നമ്പർ 604. അത് പറഞ്ഞതും ഊർന്നിറങ്ങിയ കണ്ണുനീര് കൈകൊണ്ട് അമർത്തി തുടച്ചുകൊണ്ട് അവൾ നടന്നു നീക്കി. അവളെ അങ്ങനെ കണ്ടപ്പോൾ അജുവിന് വല്ലാത്ത സന്തോഷം തോന്നി. ഒരു ചെറു ചിരി അവൻ്റെ മുഖത്ത് വിരിഞ്ഞു. നേരെ റൂമിലേക്ക് ചെന്ന് ഡോർ തുറന്നു. അകത്ത് കയറി വിഷ്ണു കിടക്കുകയാണ്. മുൻപ് കണ്ടതിൽ ഉഷാറായിട്ടുണ്ട്. അവനെ കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. കണ്ടപാടെ ഓടിച്ചെന്ന് ആ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരയണമെന്ന് തോന്നി. പാടില്ല. തൻ്റെ പഴയ വിഷ്ണു അല്ല അത്. മറ്റൊരാളുടെ ഭർത്താവാണ്. ഒരു കുട്ടിയുടെ അച്ഛനും. ആൻ സ്വയം നിയന്ത്രിച്ചു. ആരുടെയോ സാന്നിധ്യം അറിഞ്ഞതും അവൻ ചരിഞ്ഞ് അവളെ ഒന്ന് നോക്കി. ആനിനെ കണ്ടതും അവൻ അവൾക്ക് നിറഞ്ഞൊരു ചിരി സമ്മാനിച്ചു.
അന്നമ്മേ, ഇങ്ങോട്ട് വാടി. ചിരിച്ചുകൊണ്ട് കൈയാട്ടി തന്നെ വിളിക്കുന്നവനടുത്തേക്ക് അവൾ മെല്ലെ നീങ്ങി. അവൻ പതിയെ അവളുടെ കയ്യിൽ പിടിച്ചു. ഒരു നിമിഷം അവൾ തൻ്റെ വിച്ചേട്ടൻ്റെ പഴയ അന്നമ്മയാകുകയായിരുന്നു. പെട്ടെന്നാണ് ആശയുടെ മുഖം ഉള്ളിൽ തെളിഞ്ഞത്. അവൾ തൻ്റെ കൈ പതിയെ പിൻവലിച്ചു. ആളാകെ മാറിയല്ലോ. പഴയ അന്നമ്മയൊന്നുമല്ല. സുഖമാണോ നിനക്ക്? അവനത് ചോദിക്കുമ്പോൾ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരയാനാണ് തോന്നിയത്. പക്ഷേ അവൻ പറഞ്ഞതുപോലെ പഴയ അന്നമ്മയല്ല. അവൾ സ്വയം വിലക്കി. ഡ്രൈവ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണ്ടേ? വീട്ടിൽ കാത്തിരിക്കാൻ ആളുണ്ടെന്ന് ഇടയ്ക്കെങ്കിലും ഓർത്താൽ നന്ന്. സോറി. അവൾക്ക് മറുപടി എന്നോണം അവൻ പറഞ്ഞു. വൈഫും കുഞ്ഞു സുഖമായിരിക്കുന്നോ? അവൾ ചോദിച്ചു. സുഖം. ഇവിടെ ഉണ്ടായിരുന്നു, കണ്ടില്ലേ? അവൻ പുറത്തേക്ക് നോക്കി ചോദിച്ചു. ഇല്ല, സാരമില്ല, സമയമുണ്ടല്ലോ, ഞാൻ കണ്ടോളാം. കുഞ്ഞിനെ ഒന്ന് കാണണമായിരുന്നു. 1 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലേ? അമ്മയെ പോലെയാണോ അച്ഛനെ പോലെയാണോ? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. അവൾ അമ്മയെ പോലെയാണ്, അവൻ പറഞ്ഞു. മോളാണല്ലേ? നന്നായി. നനുത്ത ചിരിയോടെയാണ് ആനത് പറഞ്ഞത്. നിന്റെ കാര്യം കൂടി പറയാൻ. പുറകിൽ നിന്ന് ശബ്ദം കേട്ടപ്പോൾ അവളൊന്ന് തിരിഞ്ഞു നോക്കി. അജു ആണ്. എൻ്റെ എന്ത് കാര്യം? അവൾ അജുവിനോടായി പറഞ്ഞു. അല്ല, നിന്റെ മാരേജ്? അജു ചോദിച്ചു. ആൻ ആകെ ഒന്ന് മൂളി. കഴിഞ്ഞു. ആൻ വലിയ തെളിച്ചമില്ലാതെയാണ് പറഞ്ഞത്. ഹിനാം ബീച്ചിക്ക് മരപ്പെട്ടി കൂട്ട്. അജു പെറുപുറത്തു. ആൻ ഒന്നും മനസ്സിലാവാതെ അജുവിനെ ഒന്ന് നോക്കി. നിങ്ങൾ വിശേഷമെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എൻ്റെ വിശേഷം പറയാം. ഒരു പെങ്ങളുണ്ടായിരുന്നു, ഒരു പൊട്ടി. ദാ ഈ കിടക്കുന്നവൻ്റെ ഭാര്യ. ഒരിക്കൽ ഏതോ ഒരുവൾ പറഞ്ഞ കള്ളക്കഥ വിശ്വസിച്ച് ഇവനെയും ഉപേക്ഷിച്ച് നാടും വീടും വിട്ട് എങ്ങോട്ടോ പോയി. വഴിയിലെങ്ങാനും കണ്ടാൽ ഒന്നിങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കണേ ഞാൻ. കാരണം ദാ ഇവിടെ ഒരുത്തൻ അന്നമ്മേ അന്നമ്മേ എന്ന് ജീവിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. ഇനിയെങ്കിലും അതിനൊരവസാനം ഉണ്ടാവട്ടെ. അവൾ അജുവിനെയും വിഷ്ണുവിനെയും മാറി മാറി നോക്കി. എന്താടി ഇങ്ങനെ നോക്കുന്നത്? അന്നേ ഞാൻ പറഞ്ഞതാ ആ ആശ അവൾ ലോക കള്ളിയാണെന്ന്. അടിച്ചിറക്കാൻ പറഞ്ഞിട്ട് കേട്ടോ? ഇല്ലല്ലോ, അനുഭവിച്ചോ? അജു പറഞ്ഞപ്പോഴും ആൻ മിഴിച്ചിരിക്കുകയായിരുന്നു. എടി പൊട്ടി, അന്ന് രഘുവങ്ങളിന് ഒരു ആക്സിഡൻറ്റ് പറ്റി. കുറച്ച് സീരിയസ് ആയിരുന്നു. അതാ ഇവൻ വരാത്തത്. അല്ലാതെ പിന്നെ ഇവനും ആശയും തമ്മിൽ നീ കരുതും പോലെ ഒരു ബന്ധവുമില്ല. നിന്റെ വിച്ചേട്ടൻ അങ്ങനെ ഒരുത്തനാണെന്ന് നീ കരുതിയല്ലോ ആൻ. പിന്നെ നീ അന്ന് രഘുവങ്ങളുടെ ഫോണിൽ വിളിച്ച് പറഞ്ഞ പ്രഭാഷണം മുഴുവൻ കേട്ടത് ഞാനാണ്. അങ്കിളിന് ആക്സിഡൻ്റായി ഹോസ്പിറ്റലിലായിരുന്നല്ലോ. അപ്പോൾ ഫോൺ എൻ്റെ കയ്യിലായിരുന്നു. എന്തെങ്കിലും അങ്ങോട്ട് പറയണമെന്ന് വച്ചാൽ അവൾ ഫോൺ സ്വിച്ച് ഓഫും ചെയ്തു. അജു ആനിൻ്റെ ചെവിയിൽ പിടിച്ചതും ആനൊന്ന് പിടഞ്ഞു. അയ്യോ, ഒന്നും ചെയ്യല്ലേ അജുവേട്ടാ, വിട് വിട്, എനിക്ക് വേദനിക്കുന്നു, പ്ലീസ്, ആൻ പറഞ്ഞു. ഡാ വിടടാ, വിടടാ എൻ്റെ കൊച്ചിനെ. വിഷ്ണു ടേബിളിലിരുന്ന് ഓറഞ്ച് എടുത്ത് അജുവിന് നല്ലൊരു ഏറ് കൊടുത്തു. അപ്പോൾ ആശ? അവൾ സംശയത്തോടെ ചോദിച്ചു. അവളെ അപ്പം തന്നെ അടിച്ചിറക്കിയില്ലേ, അല്ലേലും വച്ചുകൊണ്ടിരിക്കാൻ പറ്റിയ സാധനം. അജു നല്ല ദേഷ്യത്തിലാണ്. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. അപ്പം ഞാൻ കൃത്യസമയത്താണല്ലോ. രഘുങ്കളാണ്, കൂടെ 2 പേരും ഉണ്ട്. രഘുവിനെ കണ്ടപാടെ ഞാൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. ആ മതി മതി, വലിയ സ്നേഹപ്രകടനമൊന്നും കാട്ടണ്ട. നീ ചെയ്തതിന് ഞാൻ വച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല, അങ്ങ് വീട്ടിലെത്തിയിട്ട്. കേട്ടോ കാന്താരി? ദാ ഇപ്പം എൻ്റെ മക്കൾ 2ഉം ഈ രജിസ്റ്ററിലൊന്ന് സൈൻ ചെയ്തേ. എന്താ ഇത്? അവൾ വിഷ്ണുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. നിങ്ങളുടെ മാരേജ് രജിസ്ട്രേഷൻ. ഇനി വച്ച് താമസിപ്പിച്ചാൽ ശരിയാവില്ല. 2 വർഷം മുന്നേ നടക്കേണ്ടതായിരുന്നു. ആ ഇനിയിപ്പോൾ പോട്ടെ. അജു ആനിനെ നോക്കിക്കൊണ്ടാണ് പറഞ്ഞത്. രജിസ്ട്രേഷൻ കഴിഞ്ഞ് എല്ലാവരും മടങ്ങി. റൂമിൽ ആനും വിഷ്ണുവും മാത്രമായി. അവൻ അവളുടെ നേരെ കൈ നീട്ടി. അവൾ അവൻ്റെ കൈ പിടിച്ചതും അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അവൻ്റെ നെഞ്ചിൻ്റെ ചൂട് പറ്റി അങ്ങനെ കിടക്കുമ്പോൾ എന്തെന്നില്ലാത്ത സമാധാനം തോന്നി അവൾക്ക്.
വിച്ചേട്ടാ, എന്നോട് ദേഷ്യമുണ്ടോ? അവൾ ചോദിച്ചു. ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ഞാൻ എണീച്ച് താടിമാലയമേ നടക്കുന്ന നിന്നോട് ഞാൻ എങ്ങനെ ദേഷ്യപ്പെടാനാണ്? പക്ഷേ നീ എന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. അതിന് എൻ്റെ മോള് കണക്ക് പറഞ്ഞേ മതിയാവൂ. എന്നാലും എങ്ങനെയാടി നിനക്കെന്നെ കളഞ്ഞിട്ട് പോകാൻ മനസ്സ് വന്നത്? ഞാൻ നിന്നെ വഞ്ചിച്ച് മറ്റൊരുത്തിയുടെ കൂടെ പോയി എന്ന് പറഞ്ഞപ്പോൾ നീ എങ്ങനെയാ അത് വിശ്വസിച്ചത്? അപ്പോൾ അത്രയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ അല്ലേ നിനക്ക് ഞാൻ? നിന്റെ മനസ്സിൽ എൻ്റെ സ്ഥാനം എന്തായിരുന്നു എന്നമ്മേ? എന്നോട് സത്യാവസ്ഥ ഒന്നും ചോദിക്കായിരുന്നില്ല നിനക്ക്? വിഷ്ണു നിറ കണ്ണുകളോടെയാണ് അത് പറഞ്ഞത്. അല്ല, അതങ്ങനെയല്ല വിച്ചേട്ടാ. പല സാഹചര്യത്തിലും ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കണ്ടിട്ടുണ്ട്. ശരിയാണ്, ഇപ്പോൾ ആലോചിക്കുമ്പോൾ എല്ലാം ആശയുടെ പ്ലാൻ ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അന്നത്തെ എൻ്റെ അവസ്ഥയിൽ അതൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ വിച്ചേട്ടനെ വിട്ടു പോയത് അത് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല. ആശ അവൾ വിച്ചേട്ടൻ്റെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ എനിക്കങ്ങനെ ചെയ്യാനാണ് തോന്നിയത്. എന്തായാലും എൻ്റെ വിച്ചേട്ടൻ്റെ കുഞ്ഞല്ലേ. നമ്മുടെ തെറ്റുകളും സ്വാർത്ഥതകളും കാരണം അത് തെരുവിൽ അലയരുതെന്ന് തോന്നി. അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം നമുക്ക് കിട്ടിയില്ല. ആ കുഞ്ഞിനെങ്കിലും കിട്ടട്ടെ എന്ന് കരുതി. അവൻ്റെ അച്ഛൻ്റെ സ്നേഹം ഞാൻ കാരണം അവന് നിഷേധിക്കാൻ പാടില്ല എന്ന് തോന്നി. അതാണ്. പ്ലീസ് വിച്ചേട്ടാ, എന്നെ ഒന്ന് മനസ്സിലാക്ക്. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. അവനൊരു ചിരിയോടെ അവളെ കെട്ടിപ്പിടിച്ചു. ആശ, അവളോട് ഒരു ദിവ്യഗർഭം കൊടുത്തിട്ടുണ്ട് ഞാൻ കണക്കിന്. ആ വിഷപ്പാമ്പ് ഇനി പൊക്കില്ല. എന്തായാലും എൻ്റെ അന്നമ്മേ, നീ ഇത്ര പാവമായി പോയല്ലോടി. വിഷ്ണു അവളെ ചേർത്ത് പിടിച്ചു. എന്തായാലും വീട്ടിലൊന്ന് എത്തിക്കോട്ടെ, ബാക്കി അവിടെ ചെന്നിട്ടാണ്. അവൻ അവളെ കുറച്ചുകൂടി തന്നിലേക്ക് ചേർത്തു. പെട്ടെന്ന് അവൾ അവൻ്റെ നെഞ്ചിൽ നിന്ന് തലയുയർത്തി അവനെ നോക്കി. അപ്പോൾ എന്തിനാണ് ഭാര്യയും മോളും ഉണ്ടെന്ന് പറഞ്ഞത്? അവൾ കുറുമ്പോടെ ചോദിച്ചു. ഭാര്യ ഉണ്ടല്ലോ, പിന്നെ മോള്, അതും ഉണ്ടായേനെ. നീ എന്നെ വിട്ടിട്ട് പോകാൻ പിന്നെ ഞാൻ ആരെ പിടിച്ച് മോളെ ഉണ്ടാക്കാനാണ്? സാരമില്ല, ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റോട്ടെ, ഇതിനെല്ലാം കൂടി ചേർത്ത് തരുന്നുണ്ട്. വിഷ്ണു കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്ത് തരുന്നുണ്ടെന്ന് അവൾ ചോദിച്ചു. അതോ? അവൻ പതിയെ താടി പിടിച്ച് അവളുടെ മുഖം ഉയർത്തി പതിയെ അവളുടെ ചുണ്ടുകൾ നുണയാൻ തുടങ്ങി. ഒരു നിമിഷം ആനന്ദ് ഞെട്ടി. പിന്നെ പതിയെ ആ ചുംബനം അവളും ഏറ്റെടുത്തു. കണ്ണുകൾ കൂമ്പി അടഞ്ഞു. അവൻ്റെ നെഞ്ചിൽ പതിയെ അവളുടെ വിരലുകൾ ചലിക്കാൻ തുടങ്ങി. അവൻ അവളെ തന്നിലേക്ക് കുറച്ചുകൂടി വലിച്ചു പിടിച്ചു.